പനി പാപ്പ സഗമ പസ പാപ്പ ഗമ പസാനി പമഗ സഗമ പനി സഗാഗ. കയ്യെന്ന് വിടറോ, ഞാൻ ഈ സ്റ്റേജിൽ കയറി തുള്ളിയൊന്നുമില്ലല്ലോ. ഷടാ, ഞാൻ ഈ താഴെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് എന്നാ ചെയ്തോ? ഓ വിട്, അയാൾ ഉപദ്രവിക്കാതെ. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ജെയിംസ് സാറേ. താനെങ്ങനെയാ എന്നെ അറിയുന്നത്? എൻ്റെ പേരെങ്ങനെയാ തനിക്ക്? ഓ, അതെന്നാ ചോദ്യമാ സാറേ. നരേന്ദ്രമോദിക്ക് ഞാൻ ആരാന്നറിയത്തില്ല, പക്ഷേ നരേന്ദ്രമോദി ആരാന്ന് എനിക്കറിയത്തില്ലേ? അതുപോലെയല്ലേ സാറും? എന്റെ സാറേ, സാറെന്തോ പുതിയ പരിപാടി തുടങ്ങുവാന്നോ, അത് സഹായിക്കാൻ ആള് വേണമെന്നോ എന്നൊക്കെ കേട്ടു. ദേണ്ടേ, സാറിന്റെ അഡ്രസ്സൊക്കെ ഉണ്ട്, നോക്കിയാട്ടെ. ആട്ടെ, ഞാനിവിടെ ഈ നരിണംപള്ളിയിലുണ്ടാവുമെന്ന് താനെങ്ങനെ അറിഞ്ഞു? കള സാറേ, പൂരം കയറുന്നിടത്ത് കൊമ്പനില്ലാണ്ടിരിക്കുവോ? താൻ എന്തൊക്കെ പണി ചെയ്യും? ഓ, അങ്ങനെ ഇന്ന പണിയൊന്നും ഇല്ല സാറേ. തുണി അലക്കും, വീട് വൃത്തിയാക്കും, പാചകവാ മെയിൻ. നാട്ടിലെല്ലാവരും പറയും പാചകമില്ല, വാചകവേ ഉള്ളൂന്ന്. ഞങ്ങൾ നാട്ടിൻ പ്രദേശത്തുകാരുടെ ഒരു രീതി അതാ. എന്നാ പണി വേണേലും അങ്ങ് ചെയ്യും. എവിടെയാ തൻ്റെ നാട്? സോപ്രാങ്കുടി എന്ന് പറയും. വല്യപ്പൂപ്പന്മാരായിട്ട് ഹൈറേഞ്ചിലോട്ട് കുടിയേറിയതാ. സോപ്രാങ്കുടി എന്നൊരു ഈ സോപ്രാങ്കുടി എന്ന് പറയുമ്പോ, അല്ല, തൻ്റെ പേരെന്താണെന്നാ പറഞ്ഞത്? സൊമ്മിച്ചൻ. പകലോ മറ്റത്ത് സൊമ്മിച്ചൻ. അപ്പനിട്ട പേര് സോമസ് പി കെ എന്നാ. എല്ലാവരും വിളിക്കുന്നത് സൊമ്മിച്ച. യു മീൻ തൊമ്മിച്ചൻ? സൊമ്മിച്ചൻ. എടോ, ഇങ്ങോട്ട് നോക്ക്. തായാണോ സായാണോ? സൊമ്മിച്ചനാ സാറേ, സൊമ്മിച്ചൻ. ഓ, അതാണ് കാര്യമല്ലേ? എന്നാ സോപ്രാങ്കുടിക്കാരൻ സൊമ്മിച്ചൻ വാ. സാറെന്തോ പണിയിലാണെന്ന് പറഞ്ഞു. ഇതെന്നാ പണിയാന്നേ? അങ്ങ് മനസ്സിലായില്ലല്ലോ. ഫുൾ ടൈം എഴുത്തും കുത്തുവാണല്ലോ. എടോ, അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ല. ഓ, സാറ് ചുമ്മാ പറ, അറിയാവല്ലോ. എനിക്ക് വല്ലോ സഹായിക്കാൻ പറ്റിയാലോ? നിനക്ക് സഹായിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ലടോ ഇത്. ഇതൊക്കെ കുറച്ച് വിവരവും ബുദ്ധിയും ആവശ്യമുള്ള കാര്യമാണ്. ഓ, ഞങ്ങൾ പാവത്തുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് ബുദ്ധിക്കൊട്ടും കുറവില്ല സാറേ. സാർ കാര്യം എന്നാ വെച്ചോ പറ. എടോ, ഇത് തോമാസ് ലിഹായെ കുറിച്ചാണ്. എല്ലാവരും കൊട്ടിഘോഷിച്ച് നടക്കുവാണ് തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിട്ട് 1950 വർഷം കഴിഞ്ഞു എന്നൊക്കെ. ശരിക്കും അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. വേറെ ഏതോ ഒരാൾ വന്നിട്ടാണ് ഇവിടെ ക്രിസ്തുമതം ഉണ്ടാക്കിയതും വളർത്തിയതുമൊക്കെ. അതൊന്ന് ശാസ്ത്രീയമായി പഠിച്ച് തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നൊന്ന് പുസ്തക രൂപത്തിൽ തെളിയിക്കലാണ് എൻ്റെ പണി. അയ്യടാ, കൊള്ളാലോ. എന്റെ സാറ് മുട്ടം മണ്ടത്തരമായി പറയുന്നത്. തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞ ഈ നാട്ടിലുള്ള ഏതേലും മനുഷ്യൻ വിശ്വസിക്കുവോ? 10-18 നൂറ്റാണ്ട് മുന്നേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാനോ ഇന്ത്യയിൽ വന്നില്ല എന്ന് പറയാനോ നമുക്ക് എങ്ങനെയാ പറ്റുന്നേ? അതിനൊക്കെ ചരിത്ര തെളിവുകൾ ഉള്ളതല്ലേ. സാർ ഒന്നുമല്ലേ, അറിവുള്ള മനുഷ്യനല്ലേ. എടോ തൊമ്മി, സാറ് ഈ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടോ? ഇല്ലേ? വാ സാറേ, വൈകുന്നേരം നമുക്ക് കൊടുങ്ങല്ലൂർ വരെ ഒന്ന് പോകാം. അവിടെയേ കൊടുങ്ങല്ലൂർ ഉത്സവം നടക്കുന്നുണ്ട്. അവിടുത്തെ കൊടുങ്ങല്ലൂരപ്പം നല്ല ഫേമസാ. ചുമ്മാ പോയി ഒരപ്പമൊക്കെ തിന്നേ ഇങ്ങ് പോന്നാലോ? ഉത്സവവും കൂടാം, അപ്പവും തിന്നാം. എന്നാ പറയുന്നു സാറേ? ഇല്ലടോ, ഉത്സവം കണ്ട് നടക്കാനൊന്നും സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ തെളിവുകളൊക്കെ കണ്ടുപിടിച്ച് ഈ പുസ്തകം എഴുതി തീർക്കണം. സാറേ, ഒന്ന് കൊടുങ്ങല്ലൂർ വരെ പോയെന്നും വെച്ച് പുസ്തകം എഴുത്ത് മുടങ്ങുമൊന്നുമില്ലെന്നേ. കൊടുങ്ങല്ലൂർ സാറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണവേ, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തോമാസ് ലിഹ കപ്പൽ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരാ. സാറ് എതിർത്ത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് തെളിയിക്ക്. എടോ തോമിച്ച, താൻ പറയണത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതൊരു പരമ്പരാഗത ഹിന്ദു ബെൽറ്റാണ്. അവിടെ തോമാസ് ലിഹ വന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മണ്ടത്തരമാടോ?
സാർ പച്ചയ്ക്ക് വർഗീയത പറയല്ലേ? എടോ, ഇത് വർഗീയതയല്ല, ഫാക്റ്റാണ്. ഫാക്റ്റ് പിണ്ണാക്ക്. എന്റെ സാറേ, ഹിന്ദു ബെൽറ്റിൽ സോമാശ്ലീഹ വന്നിറങ്ങി അവിടെയുള്ള കുറച്ചു പേരെയൊക്കെ മാവോയിസം മുക്കി ക്രിസ്ത്യാനികളാക്കി. അങ്ങനെയൊക്കെയാ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായത്. സോമാശ്ലീഹ വന്ന് ഞങ്ങളെയൊക്കെ മാവോയിസം മുക്കി ക്രിസ്ത്യാനി ആക്കിയെന്ന്. ഞാനൊക്കെ പകലോമറ്റം കുടുംബത്തെയാ. പകലോമറ്റത്ത് ചാണ്ടിക്കുഞ്ഞിന്റെ കൊച്ചുമോൻ. സാർ ഒരു കാര്യം ചെയ്യേ, കൊടുങ്ങല്ലൂർ വാ. സാർ വാ, അവിടെ പോയി ഭരണി ഉത്സവത്തിന്റെ സ്ഥലത്ത് വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടാകും. ചുമ്മാ ഒന്ന് കേട്ടു നോക്കിയാലോ? എന്നതേലും അതിൽ നിന്ന് കിട്ടുമോന്ന് നോക്കാലോ. മാർഗം കൊണ്ടുവന്നു, തോമാമാർഗമെന്നതിനു പേരും വന്നു. തോമാശ്ലീഹ നമ്മുടെ നാട്ടിൽ 52 വന്നടഞ്ഞു. പള്ളികളെ സ്ഥാപിച്ചെന്താലേറിടത്താൻ കൊടുങ്ങല്ലൂർ പാലയൂർ നിരണവും നീലക്കലും കോട്ടക്കാവ് കൊല്ലം പിന്നെ കോക്കമംഗലം. ഹലോ, അതെ സാർ. അതെ സാറേ, ഈ സെൻറ് തോമസ് ഇന്ത്യയിലാണ് വന്നത് എന്നത് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അത് കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നോക്കൂ സാർ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ചില പേർഷ്യൻ ടെക്സ്റ്റുകൾ അങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യാപാര ബന്ധത്തിൻ്റെ പുറത്ത് പേർഷ്യയിൽ നിന്ന് പാർത്തിയ, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഒരുപക്ഷെ പുള്ളി വന്നിട്ടുണ്ടാവാം. ഇനി ഇന്ത്യയിലേക്ക് വന്നെന്ന് സമ്മതിച്ചാൽ തന്നെ അതൊരിക്കലും സൗത്ത് ഇന്ത്യയിലേക്കാകാനുള്ള ഒരു സാധ്യതയും ഈ പുസ്തകം പറയുന്നില്ല. അതെ സാർ, അതെ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇതെന്നാ വർത്തമാനോ സാറേ? സാർ ഒന്നുമല്ലേലും ഒരു ഇന്ത്യക്കാരനല്ലേ? സോമാശ്ലീഹ പാകിസ്ഥാനിലോട്ടാ പോയെന്നൊക്കെ പറഞ്ഞ എനിക്ക് ചിന്തിക്കാൻ കൂടെ മേല. എൻ്റെ സാറേ, സാർ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം റോമാക്കാരും പേർഷ്യക്കാരും ഒക്കെ വന്ന് കച്ചവടം ചെയ്ത സ്ഥലമാ നമ്മുടെ ഈ കോഴിക്കോടും തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ. അതായത് കർത്താവുടെ തമ്പുരാൻ്റെ കാലം മുതലേ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണെന്ന്. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം എന്നാന്ന് ചോദിച്ചാ, മാർത്തോമ നസ്രാണി എന്ന് പേര് പറയുന്ന വേറൊരു കൂട്ടര് ലോകത്തിലില്ലല്ലോ. അത് ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ വല്യപ്പനുണ്ട് പകലോമറ്റത്ത് ചാണ്ടിക്കുഞ്ഞ്. പുള്ളി പറയുമായിരുന്നു, സോമാശ്ലീഹ വന്ന് കപ്പലിറങ്ങി പുള്ളിയുടെ കൂടെ ഒത്തിരി വ്യാപാരികളുണ്ടായിരുന്നു പോലും. തൻ്റെ വല്യപ്പൻ പുരാണം ഒന്ന് നിർത്തിക്കേ. കേട്ട് മനുഷ്യൻ്റെ തലച്ച കിടിക്കുന്നു. എടോ, ഈ ചായ തണുത്തുപോയി. താനൊരു സ്ട്രോങ് ചായക്ക് പറ. ചായ എന്ന് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ഓർമ്മ വന്നത്. ചായൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സാർ കേട്ടിട്ടുണ്ടോ? തോമാശ്ലീഹ മൊത്തം സ്ഥാപിച്ചതേ 7 പള്ളിന്നാ ചരിത്രം. ഈ ചായൽ എന്ന് പറഞ്ഞ സ്ഥലത്താ ഒരു പള്ളിയുള്ളത്. പണ്ട് കാലത്ത് ചോഴവംശം വക നസ്രാണി പീഡനം നടന്നപ്പോൾ അവിടുന്ന് പോയ ആൾക്കാരാ അരുവിത്തറയിൽ പോയി കൂടിയത്. ആ പള്ളിയുടെ അടുത്ത് ചെന്നാ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ സാറിന് എന്നതേലും ഒരു ക്ലൂ കിട്ടാതിരിക്കുവേല. കൂടാതെ ആ മ്യൂസിയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ ചില സന്ധികളിൽ സോമാശ്ലീഹയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. അതും സാറിന് ഉപകാരപ്പെട്ടെങ്കിലോ? ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ. മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയ നാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനേ, ഇന്ത്യയുടെ ഇരുളേറും ദിശയിൽ നീ സുരദീപം. അല്ല സാറേ, ഈ യൂദാസ് എന്ന് പറയുമ്പോ കർത്താവിനെ ഒറ്റിയവനല്ലേ?
ഈ ഒറ്റുകാരന്റെ പുസ്തകമാണോ സാറ് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നേ? എടോ, ഇത് ആ ഒറ്റുകാരനല്ല, ഇത് വേറെ കഥയാടോ. വേറെ കഥയോ? അതെന്നതാ സാറേ? എടോ, കത്തോലിക്ക സഭ അംഗീകരിച്ച സുവിശേഷങ്ങൾ 4 എണ്ണമാണ്. കത്തോലിക്ക സഭ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാത്ത സുവിശേഷങ്ങൾ വേറെയുമുണ്ട്. അതിനെ അഫോക്രിഫ എന്നാണ് പറയുന്നത്. എന്നാൽ മുഴുവനായിട്ടും ചരിത്ര സത്യങ്ങളല്ലാത്തതുകൊണ്ടാണ് അതിനെ സഭ അംഗീകരിക്കാത്തത്. ഓ, അങ്ങനെയൊക്കെ പുസ്തകമുണ്ടോ? പക്ഷേ സാറേ, സഭ ഇത് അംഗീകരിച്ചതാണല്ലോ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഹിസ്റ്റോറിക്കലി സത്യമായ കാര്യമല്ലടൂ. പിന്നെ തൻ്റെ തോമാശ്ലീഹ സ്ഥാപിച്ച ഒരു പള്ളിയില്ലേ പറവൂര്, താൻ വരുന്നോ പറവൂര് വരെ? പറവൂർ എന്നാ സാറേ? തോമാശ്ലീഹ സ്ഥാപിച്ച കുരിശ് കാണാനാണോ? പോകണ്ട സാറേ, അത് 18-ാം നൂറ്റാണ്ട് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ടിപ്പു സുൽത്താന്റെ കാലത്ത് അത് തൊലച്ചു കളഞ്ഞതാ. ആറ്റി താത്തീന്നാ കേൾവി. ഇതല്ലടോ, അവിടെ ഒരു മാർഗംകളി നടക്കുന്നുണ്ട്. മാർഗംകളി കാണാൻ പോകുന്നു എന്നതിനേക്കാൾ കൂടുതലായി അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു പുസ്തകം കിട്ടും. ഈ പുസ്തകമില്ലേ, ആക്ട് ഓഫ് ജൂദാസ് തോമസ്, അതിൻ്റെ ഒറിജിനൽ വേർഷൻ, ഒരു ഇംഗ്ലീഷ്. അത് വായിച്ചാൽ അതിൽ നിന്ന് ചില ക്ലൂ കിട്ടാനുണ്ട്. ഒരാൾ അവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരുന്നെങ്കിൽ പോരെ, തനിക്ക് മാർഗംകളിയും കാണാം, എനിക്കെൻ്റെ പുസ്തകം എടുക്കാം. ചാണ്ടിക്കുഞ്ഞു വല്യപ്പൻ പണ്ടൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ബൈബിളിന് ശേഷമുള്ള തോമാശ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുന്ന ഏതാണ്ടൊരു പുസ്തകം വന്ന്. അപ്പൊ ഇത് തന്നെ ആകണം അത്, അല്ലേ സാറേ? ആകാം, ആകാതിരിക്കാം. എന്തായാലും താൻ വാ. അലങ്കരിച്ച പന്തലിൽ വന്നു തക്ക വീണ്ടും മാർത്തോമ്മ അലങ്കരിച്ച പന്തലിൽ വന്നെഴുതരുൾക മാർത്തോമ്മ അലങ്കരിച്ച പന്തലിൽ വന്നരുൾതരി ആകൃതിയും തത്താവിമുദത്തേ. ഇതെന്നാ സാറേ, ഒറിജിനലോ? അപ്പോ ബാക്കി പുസ്തകങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? എടാ പൊട്ട, ഒറിജിനൽ എന്നല്ല, ഒറിജിൻ. നിന്റെ കത്തോലിക്ക സഭയിലെ വലിയൊരു പുണ്യാളനാണ്. പുണ്യാളനല്ല, എന്താ പറയുക, ഒരു പണ്ഡിതൻ. കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാ. പുള്ളി തന്നെ പറയുന്നുണ്ട് തൻ്റെ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നൊക്കെ. ഓ പിന്നെ, തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ അത് ഞാൻ പുണ്യാളനും പണ്ഡിതനും ഒന്നും ആയിരിക്കുവാൻ സാധ്യതയില്ല. അല്ല പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്ക് സാറേ, ഇതിനകത്ത് കോക്കമംഗലം ചെപ്പേട് എന്ന് പറഞ്ഞത് ഒരു കാര്യമുണ്ട്. കോക്കമംഗലത്ത് തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളിയാണേ. കോക്കമംഗലം ചെപ്പേട് എന്ന് പറയുമ്പോൾ അതിനകത്തുകൊണ്ട് തോമാശ്ലീഹ വന്ന ചരിത്രമൊക്കെ. താമ്രശാസനം എന്നോ മറ്റാ പറയുന്നേ. താമ്രശാസനം അല്ലടോ, താമ്രശാസനം. ഏതാണ്ട് മുഴുവൻ സുറിയാനിയാ, വട്ടെഴുത്തോ ഏതാണ്ടാ. എനിക്കൊന്നും വായിച്ചാൽ മനസ്സിലാകുവേല. സാറൊന്ന് നോക്കിയേ, കോക്കമംഗലം ചെപ്പേട് തപ്പിയാലേ ചിലപ്പോ എന്നതിലൊക്കെ കിട്ടാതിരിക്കുകയല്ല. അപ്പോഴേക്കും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. സോറാനക്കാരാന ഒഴുകിയ കഥ പറയാ, സോപ്രാങ്കുടിയിൽ സോറാനക്കാരാന ഒഴുകിയ കഥ പറയാ, സോറാനക്കാരാന ഒഴുകി. എന്താണ് തൊമ്മി രാവിലെ ഒച്ചപ്പാടും ബേളമൊക്കെ? മനുഷ്യനെ കിടന്നുറങ്ങാനും വിടത്തില്ലേ? ഞാൻ സോറാനക്കാരാന ഒഴുകിയ പാട്ട് പാടിയതല്ലേ സാറേ. എന്നാന്ന് ചോദിച്ചാലേ, ഞങ്ങളുടെ സോപ്രാങ്കുടിയിൽ വലിയൊരു ആറുണ്ട്.
ജൂലൈ 3 സോമാസ്ലിഹയുടെ മരിച്ച ദിവസം എന്നാ മഴയാ പെയ്യുന്നറിയാവോ? ആ മഴ പെയ്ത് കഴിഞ്ഞ പെരിയാർ വനത്തീന്ന 6 ആനയൊക്കെ വരി വരിയായി ഞങ്ങളുടെ ആറ്റിക്കൂടെ ഒഴുകിപ്പോകും സാറേ. അതും ചാണ്ടിക്കുഞ്ഞു വല്യപ്പൻ പറഞ്ഞതായിരിക്കും അല്ലേ? പൊന്നു സാറേ, ചാണ്ടിക്കുഞ്ഞു വല്യപ്പൻ കണ്ണുകൊണ്ട് കണ്ടതാ. ഒന്നും മിണ്ടാതിരിയടോ. തോറാന ആറാന ചുമ്മാ ഓരോ മണ്ടത്തരം. ഓ പിന്നെ ഈ സാറിന് എന്നാ പറഞ്ഞാലും നെഗറ്റീവ് ആണല്ലോ സാറേ. എന്റെ സാറേ, തോറാന എന്ന് പറഞ്ഞാൽ ദുഃഖറാന, ഓർമ്മയാചരണമെന്ന അർത്ഥം. AD 52 തന്നെയാ സോമാസ്ലിഹ കേരളത്തിൽ വന്നത് എന്ന് ഉറപ്പാ സാറേ. പാരമ്പര്യമായിട്ട് എത്രയെത്ര കലാരൂപങ്ങളാ ഈ കാര്യം പറയുന്നത്. മരനാരുത്തിട്ട മലയാറ്റൂർ തിന്തകത്തെ പൊൻകൂരു കണ്ടൂരു മലമുകൾ തിന്തകത്തെ നായാട്ടൂക്കാരവർ നരിക്കർ തിന്തകത്തെ നായാട്ടി ചെന്നപ്പോ കണ്ട കൃഷ്യ തിന്തകത്തെ തകിടത്തിത്തോൻ താത്തയ്യ തകതാത്തരി കിടയിത്താ. സോമാസ്ലിഹ വരാൻ കാരണക്കാരായ രാജാവിന്റെ കഥ അറിയാവോ? സാറിന് അറിയുമായിരിക്കും. ഗുണ്ടാ ഫോറസ്റ്റ് രാജാവിന്റെ കഥ. ഗുണ്ടാ ഫോറസ്റ്റ് അല്ലടോ, ഗുന്ദ ഫോറസ്റ്റ്. ആ, അത് വേറൊരു കെട്ടുകഥ. എന്റെ സാറേ, സാറിന് ഈ കെട്ടുകഥ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ഉള്ള കാര്യമാണേ. സോമാസ്ലിഹയെ കുറിച്ച് ഏറ്റവും വലിയ ചരിത്രമല്ലേ സാറേ. ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഈ ഗുണ്ടാ ഫോറസ്റ്റ് രാജാവിന്റെ കഥ സാറിനോട് പറയട്ടെ. എന്നതേലും തെറ്റുണ്ടേ സാറ് തിരുത്താ പറയട്ടോ. എന്താണ് സുഹൃത്തെ, ഉരു കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. സിന്ധു നിർമ്മിതിയിൽ മലങ്കര അണിയും ഒരു കൊള്ളാം. നിർമ്മിതിയിൽ ചില ജ്യാമിതീയ തട്ടുകേടുകളുണ്ടല്ലോ വ്യാപാരി സുഹൃത്തെ. പഴക്കവും തിളക്കവും കണ്ടിട്ട് സിന്ധു നാടിന് വെളിയിലെ കടൽക്കാറ്റാണല്ലോ ഇവളുടെ ദേഹമാകെ. ആഹാ, ഞാൻ അബ്ബാൻ, അല്പം കിഴക്ക് നിന്നാണ്. കറുത്ത പൊന്നിൻ്റെ മൊത്ത വ്യാപാരി. സിന്ധു നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് മലങ്കരയിൽ നിന്നുള്ള ഏലവും കുരുമുളകും 17 തവണ വഹിച്ചവളാണിവൾ. എദേസയിലെ കൊടുങ്കാറ്റും ജാഫയിലെ പാറക്കൂട്ടങ്ങളും അതിജീവിച്ചു. കൊള്ളാം. പക്ഷേ തിരിച്ചുപോക്കിന് അല്പം പ്രയാസമുണ്ടല്ലോ ചങ്ങാതി. അയനിമരം കൊണ്ട് അമരം പണിതതിൻ്റെ പ്രശ്നമാണ്. 3 അങ്കുലം 4-ാം വളവിൽ കയറിയും 2 പാണി അണിപ്പലകയിൽ ചെരിച്ചമർത്തിയും വെക്കേണ്ട നെടുമ്പാല ഇത്രയും ചെരിഞ്ഞിരുന്നാൽ കടലിൽ എങ്ങനെ കുതിച്ചു കയറാനാണ്? ആ, അത് കൊള്ളാം. തേടിയ വള്ളിയാണല്ലോ കാലിന് മുൻപിൽ പിണഞ്ഞു കിടക്കുന്നത്. ഉരുവിൻ്റെ പണിക്കുറ്റം തീർക്കാനും പണി തീർത്ത് ഇവളെ നീറ്റിലിറക്കാനും പറ്റി ഒരാളെ തേടി നടക്കുകയായിരുന്നു ഞാൻ. താങ്കൾക്കാവുമെങ്കിൽ ആവാലോ. നാട്ടുനടപ്പ് പോലെയും 3 തച്ച് മുന്നേറും കിട്ടിയാൽ ഉരുവും പണിയാം, ഉരുവിനപ്പുറവും പണിയാം. എങ്കിലായിക്കോട്ടെ, പണി തുടങ്ങാം. അല്ല സുഹൃത്തെ, ഇവിടെ എവിടെയോ യാവുസേപ്പ് എന്ന് പറഞ്ഞൊരാശാരിയുണ്ടെന്ന് കേട്ടു. അങ്ങ് തെക്ക് സിന്ധു തീരത്ത് തക്ഷശില എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ആ തക്ഷശിലയുടെ വശ്യവാരുധി നടുവിൽ ഒരു കൊട്ടാരം വേണമെന്ന് ഞങ്ങളുടെ രാജാവിനൊരാഗ്രഹം. യാവുസേപ്പ് മൂത്താശാരിയെ കിട്ടിയാൽ അത് യെരുശലേം പാരമ്പര്യത്തിൽ തന്നെ ചെയ്യിക്കണമെന്നും രാജാവിനൊരു താല്പര്യം. ഈ പറഞ്ഞ യാവുസേപ്പിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശാരി ബത്ലഹേമിലെ യാവുസേപ്പ് ആശാരിയാണെങ്കിൽ അദ്ദേഹം മരിച്ചു പോയിട്ട് കാലം കുറേയായി ചങ്ങാതി. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഗുരു കറ തീർന്നൊരു ആശാരി മാത്രമായിരുന്നില്ല. മനുഷ്യനെ പിടിക്കാൻ പഠിപ്പിച്ച ദൈവിക മനുഷ്യനായിരുന്നു. അവർ അദ്ദേഹത്തെ തൂക്കിലേറ്റി. എന്താ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ദീദിമോസ് എന്ന ഈ തോമസ് മതിയെന്നുണ്ടോ നിങ്ങളുടെ പണിക്ക്? അതിപ്പോ യാവുസേപ്പിന് പകരം ഒരാൾ. രാജാവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരാളെ കൊണ്ടു ചെന്നേ മതിയാവൂ.
ഇതിലെനിക്ക് കുറച്ച് കച്ചവടം കൂടിയുണ്ടേ. കുടികിടപ്പ് അവകാശത്തിനപ്പുറം നികുതിയിലൊരു ഇളവ്, അതിലാണ് അബ്ബാന്റെ കണ്ണ്. ഇങ്ങനെയൊരു യൂദാശാരിയെ കൊണ്ടുചെന്നാൽ അതെനിക്ക് ഉറപ്പാ. എൻ്റെ കണ്ണിലും പലതുണ്ട് ചങ്ങാതി. കൊട്ടാരം പണിയലല്ലേ പണി. ഉരുവിൻ്റെ ചെരുവൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് ഞാനും വരാം താങ്കളുടെ കൂടെ സിന്ധു നാട്ടിലേക്ക്. മഹാരാജൻ, ഇത് ദീദിമോസ് എന്ന് വിളിക്കുന്ന തോമസ്. നമ്മൾ അന്വേഷിച്ചു പോയ യൗസേപ്പ് എന്ന ആശാരി മരിച്ചിട്ട് വർഷങ്ങളായി. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളൊരു സുഹൃത്താണ്. പണിക്കുറ്റം തീർന്ന ഒരു ആശാരിയാണ് ഇയാൾ. എൻ്റെ ഒരു ശരിയാക്കി തന്നത് ഈ മനുഷ്യനാണ്. കൈവേഗതയിലും ജാമിതീയ നിർമ്മിതിയിലും ഇയാളുടെ ഉശിരും പ്രാവീണ്യവും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. തക്ഷശില വാഴുന്ന ഗുന്തഫോറസ് രാജാവിന്റെ മുൻപിൽ വരുന്നവർ അവർ ആരായാലും ഇരുമുട്ടിലും നിന്ന് ആദരമർപ്പിക്കുന്നതാണ് പതിവ്. ദീദിമോസ് എന്ന് പേരുള്ള ഈ ഗലീലക്കാരൻ്റെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചാലും. എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഇരട്ട എന്നാണ്. എന്നാൽ നട്ടല് രണ്ടെണ്ണമില്ല, ഒറ്റ നട്ടല്ലേ ഉള്ളൂ. അതൊരിടത്തേ വളഞ്ഞിട്ടുള്ളൂ, വേറൊരിടത്തും അത് വളയാൻ പാടില്ല എന്നാണ് എൻ്റെ തിട്ടവും തിട്ടൂരവും. രാജസന്നിധിയിൽ ധിക്കാരമാ. വിദേശി എന്ന പരിഗണന എന്തും പറയാന്ന് ചിന്തിക്കരുത്. ഓ മാർ ദിദിമോസ്, നിങ്ങളുടെ ചങ്കൂറ്റം പൊന്മണമർഹിക്കുന്നത് തന്നെ. തക്ഷശിലയുമായി എല്ലാ കാലത്തും സൗഹൃദം പുലർത്തിയിട്ടുള്ള റോമാ നഗരിയുടെ അധിപന്റെ പേരിൽ നിങ്ങളുടെ ചങ്കൂറ്റത്തെ നാം വിലമതിക്കുന്നു. പക്ഷേ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു. ഒറ്റമുട്ടിൽ നിന്ന് നിലം പറ്റ വണങ്ങിയത് താങ്കൾ നമുക്ക് നൽകുന്ന ആദരവായി നാം കാണുന്നു. ശ്രീമൻ ഗുണ്ടഫാറസ്, അത് താങ്കൾക്കുള്ള ആദരമായിരുന്നില്ല. അത് ഈ നാടിനോടും അറിവിൻ്റെ അക്ഷയഖനിയായ ഈ മണ്ണിനോടുമുള്ള എൻ്റെ ആദരവാണ്. ഇത് കറതീർന്ന രാജ്യധികാരമാണ്. മഹാരാജൻ, അങ്ങയുടെ കൽപ്പനയുണ്ടെങ്കിൽ ഈ പരീക്ഷയെ ഇയാൾ സംസാരിക്കട്ടെ. നാവിനൊപ്പം കൈയും ചലിക്കുന്നുണ്ടെങ്കിൽ അത് തക്ഷശിലയ്ക്ക് നല്ലത്. അബ്ബാൻ വ്യാപാരി പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. തക്ഷശിലയുടെ കിഴക്കേ അറ്റത്ത് ഒരു വേനൽക്കാല വസതി, ഈ നാടിനൊരു കൊട്ടാരം, ഈ രാജാവിനും രാജകുടുംബത്തിനും ഒരു വാസഗ്രഹം. അതിന് എനിക്ക് യെരുശലേം ശൈലിയിൽ തന്നെ പിച്ചള വാതിലുകളോടുകൂടിയ ഒരു കൊട്ടാരം വേണം. അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് നിങ്ങളിലാണ്. അതുകൊണ്ട് ജോലി തുടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ കൂടുതൽ വാദങ്ങൾക്കോ സംസാരത്തിനോ നിൽക്കാതെ പണം വാങ്ങിപ്പോകാം. 7 മാസത്തിന് 3 ദിവസം പിന്നെ ഒരു സമയം തരുന്നു. ആവശ്യത്തിന് ജോലിക്കാരും കൂലിക്കാരും ആനയടക്കമുള്ള പാരമ്പര്യക്കാരും ഈ രാജ്യത്തിന്റെ പരിധിയിലുള്ള ഏത് സേവനവും താങ്കൾക്ക് ഉപയോഗിക്കാം. സമയപ്രകാരം നിർദ്ദിഷ്ട കരാർ അനുസരിച്ച് കൊട്ടാരം പണി തീർന്നിരിക്കണം. ആരെവിടെ? മഹാരാജൻ, ഇദ്ദേഹം നലം തികഞ്ഞൊരു വാസ്തുശില്പി മാത്രമല്ല, പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു ചികിത്സകൻ കൂടിയാണ്. സന്തോഷകരം തന്നെ. രാജൻ, അങ്ങയുടെ മകളുടെ കാര്യം ഞാൻ ഇദ്ദേഹത്തോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പൗരാണിക നാട്ടിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ വൈദ്യശ്രേഷ്ഠന്മാർക്ക് കഴിയാത്ത കാര്യം, മുനി പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനും വൈദ്യശാസ്ത്ര നിപുണനുമായ കൊട്ടാരം മഹാവൈദ്യന് കഴിയാത്ത കാര്യം ഇയാൾക്ക് കഴിയുമെന്ന്. ദിദിമോസ്, താങ്കൾ എൻ്റെ മകളെ സുഖപ്പെടുത്തിയാൽ താങ്കൾ ആവശ്യപ്പെടുന്നത് എന്തും നാം താങ്കൾക്ക് നൽകുന്നതായിരിക്കും. ഇത് തക്ഷശില വാഴും ഗുന്തഫോറസ് രാജാവിൻ്റെ ഉറപ്പാണ്. കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ആമേൻ. ബഹുമാന്യരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെ,
നമ്മുടെ മഹാരാജാവിൻ്റെ അഭാവത്തിലും നാം ഈ ബ്രാഹ്മണ സഭ ചേരുന്നത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. പറഞ്ഞാലും ആദരണീയനായ രാജഗുരു, പരദേശി ദീദിമോസ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ആചാര മര്യാദകൾക്കും വിശ്വാസ പാരമ്പര്യങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നതായുള്ള പരാതി സഭയുടെ മുൻപാകെ എത്തിയിട്ടുണ്ട്. ഹായ്, മഹാത്തണ്ടനാണോ അയാൾ? അഹങ്കാരി. രാജാവിനുള്ള ധിക്കാരം പോട്ടെ, വഴി കാണുന്ന ബ്രാഹ്മണന്റെ ആരെയും അയാൾക്ക് ഇശി പോലും ബഹുമാനമില്ല. തിരുമേനി എന്ന് ബഹുജനം നമ്മെ വിളിക്കണതേ, ഈ വിദ്വാനോ ശ്രീമൻ എന്ന് കൂട്ടിയേ നമ്മയൊക്കെ വിളിക്കൂ. ഹായ്, ഏതോ ഹീന ജാതിയാ, അയ് കണ്ടാലേ അറിയാ. ശോഭൻ. തെറ്റി. അയാൾ താഴ്ന്ന ജാതിയൊന്നുമല്ല. ആ കണ്ണ് കണ്ടാൽ അറിയില്ലേ? ഒരിക്കൽ ഞാൻ അയാളെ വഴിയിൽ കണ്ടപ്പോൾ തീണ്ടാപ്പാടിന് വെളിയിൽ ആളുടെ ജാതി ചോദിച്ചതാ. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ ഗുരുവിൻ്റെ ജാതിയെക്കുറിച്ചാണ്. അയാളുടെ ഗുരു രാജവംശത്തിൽ പിറന്നതിനാൽ ക്ഷത്രിയനത്രേ. തൊഴിൽ സംസ്കാരം കൊണ്ട് വൈശ്യൻ, സഹവാസം കൊണ്ട് ശൂദ്രൻ, പിന്നെ ഇഹലോകവാസാനന്തരം പൗരോഹിത്യ വിധിപ്രകാരം ബ്രാഹ്മണനത്രേ. എന്തു പറയാ. റോമാ സാമ്രാജ്യവുമായി തക്ഷശിലയിലേക്കുള്ള പതിറ്റാണ്ട് നീളുന്ന അഭേദ്യമായ ബന്ധത്തിൻ്റെ പേരിലാ രാജാവ് ഈ ധിക്കാരം സഹിക്കണത്. പിന്നെ അയാളുടെ പണിയെക്കുറിച്ച് അബ്ബാൻ പറഞ്ഞ കുറെ കാര്യങ്ങളും. എന്താണേലും പറഞ്ഞു കേട്ടെടുത്തോളം ആളെത്ര നിസ്സാരക്കാരനല്ല. ആരെയും കൂസാത്ത ഈ ഭാവം തന്നെ ഉണ്ടല്ലോ. അത് എത്രത്തോളം അപകടമാണെന്ന് കണ്ടറിയേണ്ടി വരും. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദിയാണ് അയാളെന്ന് നമുക്ക് തോന്നണതേ. അത് ശരി തന്നെയെന്ന് നമുക്കും തോന്നണു. കഴിഞ്ഞ ദിവസം തെക്കേ താമരക്കുളത്തിൽ എന്തോ മാന്ത്രിക വിദ്യ കാണിച്ചത്രേ. താമരക്കുളത്തിലെ ജലം കോരി മേപ്പോട്ടെറിഞ്ഞ് അവിടെ പൂക്കളെ പോലെ നിർത്തിയത്രേ. കേട്ടുകേൾവിയാണേ, സത്യണ്ടെന്നാ തോന്നണത്. കേട്ടത് ഇതാണ്: കൊട്ടാരം നിർമ്മാണത്തിന് വേണ്ടി രാജാവ് കൊടുക്കണ പണം മുഴുവൻ ശൂദ്രരുടെ ഇടയിൽ വിതരണം ചെയ്യാണത്രേ ഈ വിദ്വാന്റെ ഇപ്പോഴത്തെ പണി. ഏതൊക്കെയോ പുതിയ മാർഗവും പഠിപ്പിക്കുന്നുണ്ടത്രേ. കീഴ്ജാതിക്കാരുമായി സഹവാസമില്ലാത്തതിനാൽ കൂടുതലൊന്നും അറിയാൻ പറ്റണില്ല. ഏതായാലും ശൂദ്രരുടെ അടുപ്പുകൾ പുകഞ്ഞു തുടങ്ങി എന്നൊരു പിന്നാമ്പുറ വാർത്തയുണ്ടേ. രാജഗുരു ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാ നന്നായിരിക്കും. ഞാനും ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. മുൻപൊന്നുമില്ലാത്ത വിധം അങ്ങാടികളിൽ ചില കാശിടപാടുകൾ, അതും രാജമുദ്രയുള്ള കാശിടപാടുകളുമായി അരിയഞ്ഞാഴി തികച്ച് കൂലിയില്ലാത്ത ശൂദ്രരൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എവിടുന്നാ എന്ന ചോദ്യത്തിന് ഉത്തരം കൈമലർത്തല. എങ്ങാനും അയാൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് മാത്രം മതി രാജനിന്ദയുടെ പേരിൽ അയാളെ ഇവിടുന്ന് നാടുകടത്താൻ. പിന്നെ നമ്മുടെ മേൽക്കോയ്മയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ നമ്മുടെ നിയമം അനുസരിച്ച് ഇത്തിരി ഭേദ്യമൊക്കെ ആവാം എന്നും ചട്ടമുണ്ടാക്കാം. എന്തായാലും രണ്ടുപേരെ അയാളുടെ നിരീക്ഷണത്തിലയക്കാം എന്നാണ് സഭയുടെ തീരുമാനം. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമെങ്കിൽ അതങ്ങനെ അങ്ങ് നടക്കട്ടെ. ആ വഞ്ചകനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. മാർ ദിദിമോസ്, ഒരു റോമാ പൗരൻ ആദരവോ ഒരു സന്യാസി എന്ന പരിഗണനയോ ഇനി തനിക്കില്ല. 7 മാസം കൊണ്ട് കനാക്കൊട്ടാരം പണിവെന്ന് പറഞ്ഞെടുത്ത് കേവലം ഒരു കാഞ്ചൽ കുഴൽ പോലും പൂർത്തിയായിട്ടില്ല. രാജാവിനെ വഞ്ചിക്കുകയാണ് താൻ ചെയ്തതെന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് നാം കണ്ടു കഴിഞ്ഞു. ഇനി തനിക്കുള്ള ശിക്ഷ കൽത്തുറങ്കാണ്. റോമാ സാമ്രാജ്യത്തിലെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ എൻ്റെ ആളുകളെ നാം അയക്കുന്നുണ്ട്. അവരിൽ നിന്ന് കൽപ്പന തുല്യം ചാർത്തി വാങ്ങിയാൽ പിന്നെ മരണവും നാം വിധിക്കും. വാക്കുവഞ്ചന അത് പൊറുക്കാൻ തക്ഷശില അത്രയ്ക്ക് ചെറുതായിട്ടില്ല. അങ്ങേ ഞാൻ വഞ്ചിച്ചു എന്നാര് പറഞ്ഞു ശ്രീമാൻ ഗുണ്ടഫറസ്?
പൊൻചിരിയോടെ വഞ്ചന ചെയ്ത ഒരുത്തൻ എൻ്റെ കൂടെയും ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ള കൊട്ടാരം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തം നിങ്ങൾ ഉടൻ തന്നെ അറിയും. തക്ഷശില വാഴുന്ന മഹാരാജാവ് ക്ഷമിക്കണം. രാജവൈദ്യൻ കൊടുത്തയച്ച കുറിപ്പടിയാണ്. ചികിത്സയിലായിരുന്ന അങ്ങയുടെ തൃതീയ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു. ശ്രീമൻ ഗുന്ദഫാറസ്, നിങ്ങളുടെ സഹോദരൻ മരിച്ചിട്ടില്ല. അയാൾ ഉറങ്ങുകയാണ്. ഉയരിനുത്തരം പറയാൻ വൈദ്യനുണ്ട്. ആശാരിയുടെ സേവനം ആരും ആരാഞ്ഞിട്ടില്ല. മരിച്ചിട്ടില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അഹങ്കാരി! രാജവൈദ്യന്റെ വാക്കുകൾക്കും നിനക്ക് വിലയില്ലെന്നോ? ശ്രീമൻ, ക്ഷിപ്രകോപിയാകാതിരിക്കുക. ആരവിടെ? അടിയൻ കൽപ്പിച്ചാലും മഹാരാജൻ. നമ്മുടെ സഹോദരന്റെ മൃതദേഹം ഉടൻ രാജസദസ്സിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. കൽപ്പന പോലെ. നാം നമ്മുടെ സഹോദരന്റെ മരണത്തിൽ അതീവ ദുഃഖിതനാണ്. എങ്കിലും രാജധർമ്മപ്രകാരം ഇന്നു മുതൽ 7 ദിവസം തക്ഷശില രാജ്യത്ത് പാട്ട്, ആട്ടം, മൃഗകായിക വിനോദങ്ങൾ. ശ്രീമൻ ഗുന്ദഫാറസ്, ഞാൻ വീണ്ടും പറയുന്നു, അങ്ങയുടെ സഹോദരൻ മരിച്ചിട്ടില്ല. നിർത്തൂ നിങ്ങളുടെ ജൽപ്പനങ്ങൾ. രാജസഹോദരന്റെ ഭൗതിക ശരീരത്തിന് വഴിമാറി ഉപചാരമർപ്പിക്കുവിൻ. ഗാത്രം മരവിച്ചു കഴിഞ്ഞു. ശരീരത്തെ മരണത്തിന്റെ കടുത്ത തണുപ്പ് പൊതിഞ്ഞു കഴിഞ്ഞു. പറയൂ ദിദിമോസ്, എന്നിട്ടും നിങ്ങൾ പറയുന്നത് എന്റെ സഹോദരൻ മരിച്ചിട്ടില്ല എന്നാണോ? അല്ലയോ ശ്രീമൻ ഗുന്ദഫാറസ്, മഹത്വത്തിന്റെ പൂർണ്ണതയ്ക്കായി നിമിത്തങ്ങളുണ്ടാകുന്നു. അസംബന്ധം പറയുന്നത് നിർത്തൂ. ഈ മായാജാലക്കാരനെ തുറങ്കിലടയ്ക്കൂ. ഞാൻ പറയുന്നത് താങ്കൾ വിശ്വസിക്കേണ്ടതിന് അങ്ങയുടെ ശയ്യാലംബയായ മകളെ ഈ രാജ്യസദസ്സിലേക്ക് ഞാൻ വിളിച്ചു വരുത്താം. അസംഭവം. കുമാരി, പിതാജി നോക്കൂ, എനിക്ക് സുഖമായി. എനിക്ക് കൈകൾ അനക്കാം, കാലുകൾ കൊണ്ട് ഓടാം. എനിക്ക് സുഖമായി അച്ഛാ. മകളെ, എന്റെ പൊന്നു മകളെ, അദ്ദേഹത്തിന്റെ ചങ്ങല അഴിച്ചു മാറ്റൂ. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കൂ. മഹാനുഭവൻ, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും. മഹാരാജൻ, ഇതിലെന്തോ തട്ടിപ്പുണ്ട്. നിർത്തൂ നിങ്ങളുടെ വെറും വാക്കുകൾ. കാരുണ്യവാനും ദയാനിധിയുമായ ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അനാദികാലം മുതലുള്ള തമ്പുരാനെ, ഇന്നലെയും ഇന്നും നാളെയും ആയിരിക്കുന്നവരെ, അങ്ങയുടെയും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ അങ്ങയുടെ ഏകപുത്രൻ്റെയും മഹത്വീകരണത്തിനായും ഈ നാട്ടിൽ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നതിനായും എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എളിയ ദാസന് ഇടയാക്കണമേ. നിത്യം ജീവിക്കുന്ന ഏകദൈവത്തിൻ്റെ ഏകപുത്രനായ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ മരണത്തിലൂടെ മരണത്തെ തോൽപ്പിച്ച് പുനരുദ്ധാനം ചെയ്ത എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. മകനെ, ഉണരുക, എഴുന്നേൽക്കുക. അല്ലയോ വന്ധ്യജ്യേഷ്ഠ, പ്രണാമം. മരിച്ച ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൃഢഗാത്രത്തോടെ.
ഈ ചെറിയ ലോകത്തോട് വലിയ കാര്യങ്ങൾ പറയുവാൻ. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! ഇത് സത്യമോ അതോ മിഥ്യയോ? കഴിഞ്ഞ വിനാഴികകളിൽ മരണത്തിൻ്റെ കനത്തിരുട്ടിലൂടെ കടന്നുപോയ ഞാൻ വർണ്ണനാതീതമായ ശാന്തതയുടെയും ഹൃദയകാരിയായ വർണ്ണവലയത്തിൻ്റെയും ഒരു ലോകത്തായിരുന്നു. അതീന്ദ്രമായ ഒരു ലോകം. അവിടെ എന്തൊരു ശാന്തതയാണെന്നോ! കേട്ടാലും കേട്ടാലും മതിവരാത്ത കീർത്തനാലാപനങ്ങൾ. അവിടെ അവിടെ അവർണ്ണനീയമായ സ്വർഗരാജ്യത്ത് ശുഭ്രാങ്കിതമായൊരു വജ്രക്കൊട്ടാരം. അതിലേക്ക് മാലാഖമാർ എന്നെ കൊണ്ടുപോയി. ഒരു മാലാഖ എന്നോട് പറഞ്ഞു, ഇത് അങ്ങയുടെ സഹോദരന് വേണ്ടി പണിത നിത്യഭവനമാണെന്ന്. എനിക്ക് അവിടം വിട്ട് പോരാനേ തോന്നിയില്ല. അതേ മഹാരാജൻ, അങ്ങയുടെ ഈ സത്യം പറയാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങിവിടെ ഇദ്ദേഹമാണ് ആ സ്വപ്ന സൗധം അങ്ങേക്കായി പണിതത്. അങ്ങ് ദൈവമാണ്. അരുത്, അങ്ങനെ പറയരുത്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ്റെ വയലിലെ ഒരു എളിയ വേലക്കാരൻ മാത്രമാണ് ഞാൻ. എങ്കിൽ നാമും നമ്മുടെ കുടുംബവും അങ്ങയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ രക്ഷ കൈവന്നിരിക്കുന്നു. ഇന്നു മുതൽ 21 ദിനരാത്രങ്ങൾ തക്ഷശില രാജ്യത്ത് ആട്ടവും പാട്ടും മൃഗകായിക വിനോദങ്ങളും ഇടതടവില്ലാതെ നടക്കട്ടെ. പാണ്ഡികശാലകളിൽ നിന്നും പ്രജകൾക്ക് ഭക്ഷ്യസാധനങ്ങൾ നിർലോഭം ഒഴുകട്ടെ. നർത്തകിമാരുടെ ചടുല നൃത്തങ്ങൾ ഈ രാജസദസ്സിൽ പുളകം വിരിക്കട്ടെ. ഇത് തക്ഷശില വാഴും ഗുന്തപോർസ് രാജാവിന്റെ കൽപ്പന. ഇവിടെ തുമ്മിച്ച ഇതാണ് 1599 വിഖ്യാതമായ ഉദയംപേരൂർ സൂനകദോസ് നടന്ന പള്ളി. ഉള്ളത് പറഞ്ഞ പോർച്ചുഗീസുകാരാണ് ശരിക്കും ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി അങ്ങോട്ട് പരത്തിയത്. അല്ലാതെ താൻ പറയണ പോലെ തൻ്റെ തോമാസ്ലിഹായൊന്നുമല്ല. ആ പഷ്ട എൻ്റെ പൊന്നു സാറേ, ഈ പറങ്കികളെ നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വന്നവരാ. നമ്മളൊക്കെ എന്നാ രസമായിട്ടാ ജീവിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളാ. അവന്മാരിവിടെ വന്ന് അവന്മാരുടെ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു. ഓ, ചാണ്ടിക്കുഞ്ഞു വല്യപ്പച്ചൻ പറയും, ഇപ്പോൾ ഒരു പറങ്കിയെ കിട്ടിക്കഴിഞ്ഞാൽ മുട്ടുകാല് കയറ്റി കളഞ്ഞാനെ. അത്തുക്കൂട്ട് ദുഷ്ടത്തരം അവന്മാർ ചെയ്തത്. എന്ത് ദുഷ്ടത്തരം ചെയ്തെന്നാ തുമ്മിച്ച നീ ഈ പറയുന്നത്? ആ എൻ്റെ സാറേ, ആ ഉദയംപേരൂർ സൂനകദോസ് കഴിഞ്ഞപ്പോഴേ ഈ പറങ്കികൾ അന്നുണ്ടായിരുന്ന ചരിത്ര രേഖകളും പുസ്തകങ്ങളും ഒക്കെ കത്തിച്ചു കളഞ്ഞില്ലേ? ആ, അതുണ്ടായിരുന്നെങ്കിൽ സാറിന് ഈ പുസ്തകമൊന്നും എഴുതേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ഉദയംപേരൂർ വരെ വന്നു. ഇനി പാലിയൂർ വരെ ചില്ലറ ദൂരമല്ലേ ഉള്ളൂ. വാ, അവിടെ പോയാലേ, അതും സോമാസ്ലിഹായുടെ പള്ളിയാ. അവിടെ ഇന്ന് പെരുന്നാളുണ്ട്. നല്ല ഉഗ്രൻ ചവിട്ട് നാടകമുണ്ട് സാറേ. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഈ ചവിട്ട് നാടകത്തിനകത്ത് എന്നാ പറയുന്നേന്ന്. സോമാചരിത്രം തന്നെ കാണാം. വാ സാറേ. അറിവുകെട്ട മുണ്ടാമൃഗമേ, താനി പാൽപാണ്ടി, എൻ പണത്തെ തിരുമ്പി കൊടുത്തില്ലാമേൽ ഉൻ കഴുത്ത് കണ്ടിച്ചിടുവേൻ. എന്താടോ തോമിച്ച ചെന്തമിഴിൽ ഭരണിപ്പാട്ട് നടത്തുന്നത്? അല്ല സാറേ, ഒരു തമിഴൻ കുമിളിക്കാരനാ. പൈസ മേടിച്ചോണ്ട് പോയേച്ചേ തിരിച്ചു ചോദിച്ചപ്പോ അവനൊരുമാതിരി തനി പാണ്ഡിത്യരം കാണിക്കുന്നു. അവനെയല്ല, അവന്റെ അപ്പനെ വിറ്റ കാശ് പകലോ മറ്റത്ത് ചാണ്ടിക്കുഞ്ഞിന്റെ കൊച്ചുമോൻ തൊമ്മിക്കുച്ചിന്റെ കയ്യിലുണ്ട്.
പാന പാടി വെച്ചിട്ട് പോടാ. അയ്യോ പാവം തമിഴ്നാട്ടുകാരെ ഇങ്ങനെ തെറി വിളിക്കാറോ. നിന്റെ പുണ്യപ്പെട്ട തോമാസ് ലീഹായെ അടക്കം ചെയ്തേക്കുന്നതേ ആ നാട്ടിലാ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ തമിഴന്മാരോട് എനിക്ക് അല്പമെങ്കിലും ബഹുമാനം. സാറ് മൈലാപ്പൂര് പോയിട്ടുണ്ടോ? ഏയ് ഞാനെങ്ങും പോയിട്ടില്ല. മൈലാപ്പൂര് പോണം സാറേ. അവിടുത്തെ തോമാസ് ലീഹായുടെ അത്ഭുത സ്ലീവായും ആ കുന്നു, ഓ എന്നാ രസമാണെന്നറിയോ. ഞാനേ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോ ഞാൻ കേട്ട ഒരു പേരാ കണ്ടപ്പരാജ. ഒരു തമിഴ് സെറ്റപ്പാ. ഈ കണ്ടപ്പരാജ ശരിക്കും തോമാസ് ലീഹ വന്നതിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തോമാസ് ലീഹായുടെ ചരിത്രവേ നമ്മുടെ ഒരു സഞ്ചാരി ഉണ്ടല്ലോ, എന്നതാ പറയാ, ആ മാർക്കോ പോളോ ഉണ്ടല്ലോ, അതിയാരൊക്കെ പറയുന്ന മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവായുടെ സാക്ഷിയൊക്കെ ഇതുവഴി ബന്ധപ്പെട്ടാ. അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ടെങ്കിൽ പോയി കളയാമടോ. ദൈവപുത്രൻ ഈ ലോകത്തിന്റെ രക്ഷകൻ. അവന്റെ ഒരു രക്ഷകൻ, ദൈവത്തിന്റെ പുത്രൻ. അണിയിക്കൂ അവന്റെ ശിരസിൽ കിരീടം. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഈ മുൾമുടിക്ക് പകരം സ്വർണ്ണ കിരീടം ഞങ്ങൾ നിന്നെ അണിയിക്കും. എന്തു പറയുന്നു തോമാ? അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞവന്റെ ധീരത നിങ്ങളുടെ സ്വർണ്ണത്തിളക്കത്തിൽ കെട്ടുപോകുന്നതല്ല. എന്റെ കർത്താവും ദൈവവുമാണവൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഹലോ, ആ കേൾക്കുന്നുണ്ടല്ലോ. ആ പറഞ്ഞോട്ടെ. ആ കാളിക്കാവ് സുരേഷ് 949597. അയ്യോ സോറി സാറേ, ഞാൻ പെട്ടെന്ന് നമ്പർ എഴുതിയെടുക്കാൻ. നമ്പർ എഴുതുന്നത് ഞാൻ എഴുതി വെക്കുന്ന റിസർച്ച് ബുക്കിലാണോടാ വിവരദോഷി? പോയിക്കോ ഇവിടുന്ന്, മതി നിന്റെ സേവനം. ആ സാറേ, ഗുഡ് മോർണിംഗ്. ആ യെസ്, വർക്കൊക്കെ നടക്കുന്നു. പക്ഷേ നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ എതിർ പ്രൂഫുകളാണ് മുഴുവൻ കിട്ടുന്നത്. എന്ത് ചെയ്യാനാ? ആ അതെ സാർ. അല്ല സാർ, എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതെ, അതുതന്നെയാണ്. ആ അതാണ് എൻ്റെ തീരുമാനം. നേരിട്ട് കാണാമെന്ന്. ഓൺ ദ വേയിലാണ്. ഓക്കെ ഓക്കെ, ഞാൻ കാത്തിരിക്കാം സാർ. ഹലോ മിസ്റ്റർ ഫ്രോസർ. ഹലോ സാർ, വെൽക്കം വെൽക്കം. നോക്കൂ മിസ്റ്റർ ജെയിംസ്, ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്നെ അസ്വസ്ഥനും കോപാകുലനുമാക്കുന്നു. നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമെന്തെങ്കിലും? ഐ എം റിയലി സോറി സാർ. എനിക്ക് ഈ തീസിസ് പൂർത്തിയാക്കാൻ കഴിയില്ല. വൈ നോട്ട്? വൈ നോട്ട്? സത്യത്തിൻ്റെ പ്രകാശം അത്രമാത്രം തീവ്രമാണ്. സത്യത്തിൻ്റെ ഇടനാഴികളിൽ നിങ്ങൾ അസത്യത്തിൻ്റെ മാറാപ്പുകൾ ഇറക്കി വയ്ക്കണം. അത് പക്ഷേ ഒരു പക്ഷേയുമില്ല. ആ മാറാപ്പുകൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവർ ചെയ്തുകൊള്ളും. അതിനാണ് മാധ്യമ മാഫിയകൾക്ക് നാം കോടികൾ നൽകുന്നത്. കേട്ടിട്ടില്ലേ സാർ, മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ കഴിയില്ലെന്ന്? ഇവിടെ സത്യം 1000 സൂര്യന്മാരെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ്. സൂര്യനെ പാഴ്മുറം കൊണ്ട് മാത്രമല്ല, പഴന്തുണി കൊണ്ട് മറയ്ക്കുന്ന കാലം. സത്യത്തിൻ്റെ ഒരു തരി പോലുമില്ലാത്ത എത്രയെത്ര വിവാദങ്ങൾ മാധ്യമങ്ങൾ ദിവസങ്ങളോളം
ഉച്ചചർച്ചയും അന്തിച്ചർച്ചയുമായി ആഘോഷിച്ചിരിക്കുന്നു. ശരിയായിരിക്കാം. പക്ഷേ എനിക്കിത് കഴിയില്ല. എന്തിനാണ് ഇത്രയും പണം മുടക്കി ചരിത്ര സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്? പ്രൊഫസർ, പള്ളികളും പള്ളിക്കൂടങ്ങളുമാണ് വിജ്ഞാനവും വിവേകവും സദാചാരബോധവും സാൻമാർഗികതയും തലമുറകളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും പാപത്തിൻ്റെയും അതിൻ്റെ ശിക്ഷയുടെയും പേരിൽ ജനങ്ങളെ തിന്മകളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. അതുകൊണ്ട് ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ധാർമ്മിക മൂല്യങ്ങളുടെയും സദാചാരബോധത്തിൻ്റെയും എല്ലാ കെട്ടുകാഴ്ചകളും തകർക്കപ്പെടണം. മതങ്ങൾ നശിച്ചാൽ മൂല്യങ്ങൾ നശിക്കും. ലൈംഗിക അരാജകത്വമുണ്ടാവും. ശക്തിയുള്ളവൻ ശക്തിഹീനനെ അടിമയാക്കും. പെരുവഴികളിൽ കുഞ്ഞുങ്ങളുടെ നിലവിളി ഉയരും. ചോരയുടെ മണം അന്തരീക്ഷത്തെ മത്തുപിടിപ്പിക്കും. ലോകം തകരും. ഒരു ലോകവും തകരില്ല. വേദന അറിയാതിരിക്കാൻ, ബോധമണ്ഡലങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാതിരിക്കാൻ ജനതകൾക്ക് വീര്യം കൂടിയ ലഹരി നൽകും. എന്നിട്ട് എന്തുകൊണ്ട് എല്ലാ മതങ്ങളെയും തകർക്കാതെ ക്രിസ്തീയതയ്ക്കെതിരെ മാത്രം? ആദ്യം ക്രിസ്തീയത. കാരണം ഏറ്റവും കെട്ടുറപ്പുള്ള ചട്ടക്കൂട് അവരുടേതാണ്. അവരെ തകർത്താൽ പിന്നെ എല്ലാം എളുപ്പം. എന്നിട്ട് മറ്റു മതങ്ങൾ. ഇതിൽ സെന്റ് തോമസിന്റെ വരവ് നിരാകരിക്കുന്നതിന്റെ കാരണമോ? പ്രൊഫസറെ, സെന്റ് തോമസ് AD 52 കേരളത്തിലെത്തി തങ്ങളുടെ മതം സ്ഥാപിച്ചു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് ഇന്ത്യൻ ക്രൈസ്തവികത കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. സെന്റ് തോമസ് എന്ന താങ്ങുകാലിലാണ് കേരള ക്രൈസ്തവ സഭ പടർന്നു കയറിയിരിക്കുന്നത്. ആ താങ്ങുകാല് അടിയെ മുറിച്ചാൽ പടർന്നു കയറിയ ചെടി പറ്റേ നിലം പറ്റും. ഇത് തെറ്റാണ് സാർ. എനിക്ക് നിങ്ങളോടൊപ്പം സഹകരിക്കാനാവില്ല. നാം തമ്മിലുള്ള കരാർ താങ്കൾ മറന്നുപോകരുത്. കരാറുകൾ പാലിക്കപ്പെടാനുള്ളതാണ്. എന്നെ ഈ കുഴപ്പത്തിലാക്കിയതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് മറന്നു പോകരുത്. എന്ത്? അതെ, നിങ്ങൾ എനിക്ക് സഹായത്തിനയച്ച മനുഷ്യനാണ് എന്നെ ഈ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ അയച്ച മനുഷ്യനോ? തീർച്ചയായും. എൻ്റെ എല്ലാ നിഗമനങ്ങളെയും കണ്ടെത്തലുകളെയും അയാൾ തൻ്റെ നിഷ്കളങ്കമായ എതിർവാദങ്ങൾ കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. മിസ്റ്റർ പ്രൊഫസർ, നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആരെയും അയച്ചിട്ടില്ല. അയച്ചിട്ടില്ലെന്നോ? നിങ്ങൾ കൊടുത്തുവിട്ട കത്തുമായിട്ടാണ് അയാൾ എന്നെ കാണാൻ വന്നത്. ഞാൻ കൊടുത്തുവിട്ട കത്തോ? എന്നിട്ട് ആ കത്തെവിടെ? അതെവിടെയോ കളഞ്ഞുപോയി. ആട്ടെ, അയാൾ എവിടെ? അയാളുടെ മണ്ടത്തരങ്ങൾ സഹിക്കവയ്യാതെ അയാളെ ഞാൻ പറഞ്ഞു വിട്ടു. നോക്കൂ, ഞാൻ എഴുതിയ തീസിസ് പോലും അയാൾ വികൃതമാക്കി. ഓഹോ, ഇതിലെന്തോ കളിയുണ്ട്. ആട്ടെ, അയാളുടെ ഫോട്ടോയെങ്കിലും? ഇല്ല, ഒന്നുമില്ല. മിസ്റ്റർ പ്രൊഫസർ, നിങ്ങളുടെ ഈ നാടകം അവസാനിപ്പിക്കൂ. ഞാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങളുടെ പക്കൽ തെളിവുകളില്ല അല്ലേ? പിന്നെ എങ്ങനെ വിശ്വസിക്കും? സത്യം വിശ്വസിച്ചേ മതിയാവൂ. സത്യം? എന്ത് സത്യം? തെളിവുകൾക്കാണ് പ്രാധാന്യം. ഇന്നലകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് തെളിയിക്കാൻ കഴിയാത്ത താനാണോ AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നില്ല എന്ന് തെളിയിക്കാൻ പോകുന്നത്? അയാൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എടോ, 100 150 വർഷങ്ങൾക്കപ്പുറം ഒരു തെളിവുകളും ഇല്ലെങ്കിൽ താൻ ജീവിച്ചിരുന്നു എന്നതുപോലും സത്യമല്ല. അപ്പോൾ തെളിവുകളുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നതും സത്യമല്ലേ? ഓഹോ, ഈ തീരുമാനത്തിലേക്കെത്താൻ താൻ ഉണ്ടാക്കിയ കഥാപാത്രമാണ് അയാൾ അല്ലേ? ഒരിക്കലുമല്ല. എന്തുമാകട്ടെ, എനിക്കറിയേണ്ടത് നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്നാണ്. ഇല്ല, എൻ്റേത് ഉറച്ച തീരുമാനമാണ്. നിങ്ങൾ ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും. നല്ല തീരുമാനങ്ങളുടെ പേരിൽ ദുഃഖിക്കേണ്ടി വരുന്നെങ്കിൽ അതും സന്തോഷകരമാണ്. മിസ്റ്റർ, സൃഷ്ടിക്കാനും സംരക്ഷിക്കാനുമാണ് ബുദ്ധിമുട്ട്.
തല്ലി തകർക്കാനും നശിപ്പിക്കാനും ഏറെ എളുപ്പമാണ്, കൊല്ലാനും. ആരായിരുന്നു അയാൾ? ആരെങ്കിലും ആകട്ടെ, വയ്യ, എനിക്ക് വയ്യ. സത്യത്തിനെതിരെ മുഖത്തിരിക്കാൻ എനിക്ക് വയ്യ. പ്രൊഫസർ ജെയിംസ്, മിശിഹായുടെ 12 സ്ഥാനിക സുഹൃത്തുക്കളിൽ ഒരുവനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ തോമസാണ് ഞാൻ. എനിക്ക് തന്നെ പേര് തൊട്ടുവിശ്വാസിയാണെന്നിരിക്കെ എങ്ങനെ താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നെനിക്കറിയില്ല. പാരമ്പര്യങ്ങളുടെ പാൽനിലാ വെളിച്ചത്തിൽ ചരിത്ര സത്യങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്കല്പം സമയമെടുത്തെങ്കിലും നിങ്ങളത് പൂർണ്ണമായി അംഗീകരിച്ച് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും പൂരിപ്പിക്കാത്ത വരികൾ ഏറെയുണ്ടെന്നറിയാം. അല്പസമയം മുൻപ് നിങ്ങൾ അടിച്ചിറക്കി വിട്ട ആ സാധു മനുഷ്യനില്ലേ, തോപ്രാങ്കുടിക്കാരൻ തൊമ്മിച്ചൻ, നിങ്ങൾക്കാവശ്യമായ അവസാനത്തെ തെളിവ് കൂടി അവശേഷിപ്പിച്ചിട്ടാണ് അയാൾ പടിയിറങ്ങിയത്. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തിൽ അയാൾ ഫോൺ നമ്പർ എഴുതിയെടുത്തതിനോടൊപ്പം ഒരു പുസ്തകത്തിൻ്റെ പേരുകൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. കൂടുതൽ വെളിച്ചം വീശാൻ ഉതകുന്നതൊക്കെ ഇതാ ഈ പുസ്തകം നിങ്ങൾക്ക് തരും. അവസാനമായി എൻ്റെ ഈ സാക്ഷ്യവും കേട്ടുകൊള്ളുക. മാർ തോമസ് ശ്ലീഹായ്ക്ക് ഇന്ത്യയിൽ പോയി പ്രസംഗിക്കുന്നതിനുള്ള സാഹസദൂരവും ദുർഘടവും സവിപ്പാൻ വളരെ മനക്ലേശമുണ്ടായിരുന്നുവെന്നും നമ്മുടെ കർത്താവ് യെരൂശലേമിൽ വെച്ച് ഉറക്കത്തിൽ കാണപ്പെട്ട് താൻ ശ്ലീഹായോട് കൂടിയപ്പോഴും സമേതനായിരിക്കും എന്നും മറ്റും പറഞ്ഞ് സമാശ്വാസപ്പെടുത്തി ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് അയച്ചതായിട്ട് തോമസ് അപ്പസ്തോലൻ്റെ നടപടി പുസ്തകത്തിൽ സൂക്ഷ്മം കാണും. തോമസ് എന്ന ഞാൻ ഈ കേരള നാട്ടിൽ സമർപ്പിച്ച എവങ്കോലിയോൻ്റെ വെളിച്ചം നെസ്തോർ മുതൽ പേരുടെ പാഷാണ്ഡത കൊണ്ടും മറ്റും സമൂലം മങ്ങലേറ്റു പോകാതെ അജ്ഞാത നാടായ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ ഈ മൂലയിൽ അപ്പസ്തോലനോട് ചെയ്തിട്ടുള്ള വാഗ്ദാന സ്മാരകമെന്ന് തോന്നുമാറ് ദൈവം തൻ്റെ അനുഗ്രഹത്താൽ അനേക വർഷത്തോളം കാസൂക്ഷിച്ചു പോന്നിട്ടുള്ള ഒരു ദൈവിക സ്ഥാപനമാണ് കേരളത്തിലെ പുരാതന സുറിയാനി ക്രിസ്ത്യാനി സഭ. അതിൽ ക്രൂശിതനായ ക്രിസ്തുവും അയോഗ്യദാസനായ ഈ തോമസും ഉണ്ട്. കൈമുതലായി നെഞ്ചിലേറ്റിയ പ്രിയജനമേ, ദൈവത്തിൻ പ്രിയജനമേ, സെന്റ് തോമസിൻ ജനമേ, സോദര സ്നേഹം കൈമുതലായി നെഞ്ചിലേറ്റിയ പ്രിയജനമേ, ജയ് ജയ് തോമാപുരമേ, സെന്റ് തോമസിൻ പുരമേ, കുടിയേറ്റ